ഹായ് ഫ്രണ്ട്സ്. എല്ലാവരിനോടും റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. സ്ഥലം എവിടെയാണ്, വില എന്താണ്, കാര്യങ്ങളൊക്കെ. അത് പെട്ടെന്ന് കണ്ട വഴിക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാലും ചോദിക്കുമ്പോൾ പറയാൻ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ചെർപ്പളശ്ശേരി ഹൈവേ ആണ് കേട്ടോ. ഈ കാണുന്നത് പാലക്കാട് ചെർപ്പളശ്ശേരി ഹൈവേ ആണ്. ഇതിൽ ഇപ്പോൾ ബ്ലൂ കളറിൽ കാണുന്ന മതിലുണ്ടല്ലോ, ഇതാണ് നമ്മൾ കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ. മൊത്തം എവിടം തൊട്ട് എവിടം വരെ എന്ന് കറക്റ്റായി കാണിച്ചു തരാം. ഇപ്പം നമുക്ക് അവിടെ ലാസ്റ്റ് കാണുന്നത് മുണ്ടൂർ ITI ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ കാണുന്നത്, കണ്ടല്ലേ. അപ്പം അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, അവരുടെ ITIയുടെ പള്ളിയാണ്. അതിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ ബ്ലൂ കളർ മതിൽ കാണുന്നത്. ടോട്ടൽ 35 സെൻറ്റ് സ്ഥലമുണ്ട്. ഇപ്പോൾ ഹൈവേൻ്റെ സൈഡ് തന്നെ 35 സെൻറ്റ് സ്ഥലമായിട്ടുള്ള പ്രോപ്പർട്ടി ആണല്ലേ. ഈ ഒരു മതിൽ, ഒരു ഗേറ്റ് കാണുന്നുണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പ്രോപ്പർട്ടി കേട്ടോ. അവിടെ ഒരു ടവർ കാണുന്നില്ലേ, ആ ടവർ അതിനകത്ത് തന്നെ ഉള്ളതാണ്. ഒരു 15,000 റുപ്യോളം വാടക അതിന് കിട്ടുന്നുണ്ട്. ഒരു സൈഡായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നത്. ഈ ഓപ്പോസിറ്റ് ഉള്ളത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കാര്യമൊന്നും കൊടുക്കാനായിട്ടില്ല. ഈ ഒരു പ്രോപ്പർട്ടിന് ഈ ഭാഗത്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് മതിലിൻ്റെ ഒരു ഏരിയ കാണില്ലേ, ഇവിടം തൊട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ കാർ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കേട്ടോ. ഈ പോകുന്നതെല്ലാം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഉള്ളിൽ രണ്ട് വീട് എന്ന് പറയാം. കാരണം 2 വീടെന്നല്ല, ഒരു ഓഫീസ് റൂമും പിന്നെ ഒരു വീടും ഉണ്ട്. കുറച്ച് ഓട് വരെയായിട്ടും ബാക്കി ടെറസും ആയിട്ടും അങ്ങനെയുള്ളത്. ടൈൽ ഹൗസും അതുപോലെ ടെറസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പഴയ വീടാണ്. വീടിന് പ്രത്യേകിച്ച് ഓണർ പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പെർ സെൻറ്റിന് അവർ ചോദിച്ചിരിക്കുന്നത് 8 lakh റുപ്പീസാണ്. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എൻട്രൻസ് നമ്മളിപ്പോൾ അവിടെ നടന്നു വന്നു കഴിഞ്ഞു. ഇവിടെ രണ്ടാമതൊരു വഴി നോക്കിയാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു പഞ്ചായത്ത് റോഡ് താഴ്ത്തിക്കണം. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. എല്ലാ വണ്ടികളും പോകാൻ പറ്റുന്ന വീതിയുള്ള റോഡ് തന്നെയാണ്. ഇതിപ്പോൾ ഹൈവേന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു എൻട്രി ഉണ്ട്, കണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഹൈവേൻ്റെ ഫേസും കിട്ടും, ഈ റോഡിൻ്റെ ഫേസേജും കിട്ടും. ഇപ്പോൾ ഇത് ഏത് വരയ്ക്ക് താഴത്തേക്ക് പോകുന്ന നോക്കാം. ഒരു ചെറിയ താഴ്ചയുണ്ട്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പാരലായിട്ട് കിടക്കുന്നുണ്ട്. ഹൈവേ നോക്കുമ്പോൾ ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ ഇതുവരേക്ക് ഇങ്ങനെ ലാസ്റ്റ് പോയിട്ട് അല്ല, ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ കേട്ടോ. ഒരുപാട് വീടുകളും സൗകര്യം. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മണ്ണാർക്കാട് റോഡിലേക്ക് പോയി കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ റോഡ് നേരെ ഇറങ്ങിപ്പോയി ലാസ്റ്റ് നമുക്ക് മണ്ണാർക്കാട് റോഡിൽ പോയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗേറ്റ് കാണുന്നില്ലല്ലോ ഇവിടെ തൊട്ടടുത്ത ഈ വീടായിട്ട്. ഇതിൻ്റെ ഈ ഭാഗം വരയ്ക്ക് അതിൻ്റെ ഇതുണ്ട് കേട്ടോ, റോഡ് ഫേസ് കിട്ടുന്നുണ്ട്. ഇത് വരയ്ക്കാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ, ഇവിടെ ഒരു ചെറിയൊരു കമ്പി കുത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ല. ഒരു V ഷേപ്പിലുള്ള ഒരു കമ്പി കാണുമല്ലോ മതിലിൽ. അതുവരെയാണ് ആ പ്ലോട്ടിൻ്റെ എൻട്രി വരുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തെങ്ങ്, പ്ലാവ്, മാവ്, ഇരുമ്പാമ്പുളി, കുരുമുളക്, അങ്ങനെ എല്ലാം ഉള്ളൊരു ഏരിയയാണ്. തെങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ്. എല്ലാത്തിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈവൺ സീമക്കൊന്നയിലടക്കം കുരുമുളകുണ്ട്, കണ്ടില്ല. നല്ല തേങ്ങ കായ്ഫലമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഹൈവേന്ന് എൻട്രൻസ് കിട്ടുന്ന രീതിയിൽ ഈ തെങ്ങും മാവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലോട്ട് കിട്ടുമോ എന്നുള്ളത്. അവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് അന്വേഷിച്ച് നടക്കുന്നവർക്കും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. കണ്ടില്ല, മാവൊക്കെ ഫുള്ള് കായ്ച്ച് നിൽക്കുന്ന. അത്യാവശ്യം വീട്ടിൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. തെങ്ങിൽ കണ്ടില്ല, നല്ല കായ്ഫലമുണ്ട്. ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ എൻട്രി ആകുന്നത് കണ്ടില്ലേ, ആ ഓട്ടോ വരുന്നത് അവിടെയാണ് ഹൈവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹൈവേൻ്റെ ഫ്രണ്ട് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി. നേരെ ഇവിടെ നിന്നാണ് എൻട്രി കൊടുത്തിരിക്കുന്നത്. പഴയ കരിങ്കല്ല് കൊണ്ട് പതിച്ചിട്ടുള്ള താഴത്തേക്ക് ഇറങ്ങാനുള്ള റോഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഫുള്ള് കരിങ്കല്ലാണ് നിലത്ത് പാകിയിരിക്കുന്നത്. എല്ലാ മരങ്ങളിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. ടോട്ടൽ 35 സെൻറ്റ് സ്ഥലം. ഓണർ ചോദിച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപ പെർ സെൻറ്റിന് കേട്ടോ. മുരിങ്ങയുണ്ട്, അതുപോലെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് കേട്ടോ. അതിൽ മാവ്, ഇരുമ്പാമ്പുളി, പേരക്ക, പിന്നെ അവർ നല്ല ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് പഴയ രീതിയിൽ ഇഷ്ടംപോലെ ചെമ്പരത്തി മരങ്ങൾ, അങ്ങനെ ഒരു ഇതാണല്ലോ. ഈ ടവറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഫോണിൻ്റെ ടവർ. അപ്പോൾ അതിന് അവർക്ക് ഒരു 15,000 റുപ്യ റെൻറ്റ് കിട്ടുന്നുണ്ട്. അതിന് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി. ശരിക്കും 11 മാസത്തിൻ്റെ എഗ്രിമെൻറ്റിൽ അതിരിക്കുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് ഏരിയയാണ്. ഈ ഗേറ്റിൽ നിന്ന് അവർക്ക് എൻട്രി ആവശ്യമില്ല. അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട ഗേറ്റിൽ നിന്നാണ് അവർക്കുള്ള എൻട്രി ഉള്ളത്. കണ്ടില്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള ചേമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം
നമ്മളോട് പലരും കോൾ ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് ഹൈവേ നിന്ന് വലിയ ദൂരത്തിലല്ലാണ്ട് ഇതുപോലെ മരങ്ങളും തെങ്ങുകളും എല്ലാ വീട്ടിന് ആവശ്യമുള്ളതാണ്, കുരുമുളകൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷം എന്ന റോഡിൽ നിന്ന് അധികം ദൂരം പോകാനും പാടില്ല. അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിന് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. വളരെ ഹൈവേൻ്റെ നിയറസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ കൊച്ചു വീടും ഉണ്ട് അതിനകത്ത് കേട്ടോ. അല്ല, ഇഷ്ടം പോലെ എല്ലാ മരത്തിലും, ഈവൻ ഇത് മാവ് തെങ്ങ് എന്നുള്ള അങ്ങനെ ഇത് മാത്രമല്ല, അവർ സീമക്കൊന്ന വരെ വളർത്തി വെച്ചിട്ടുണ്ട്. ആ സീമക്കൊന്ന വളർത്തിയിരിക്കുന്ന മൊത്തം ഈ കുരുമുളക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അതിലെല്ലാം കുരുമുളക് കയറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ടല്ലേ, അവിടെ നമ്മൾ ഹൈവേ കണ്ടു. പിന്നെ ചുറ്റും മതിൽ കംപ്ലീറ്റ് ആയിട്ട് കരിങ്കല്ലിൻ്റെ കേട്ടോ, കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ആ മതിലാണ് ചുറ്റും വട്ടത്തിലുള്ളത്. അല്ല, ഇഷ്ടം പോലെ ഇതിലെല്ലാം കുരുമുളക് നിറഞ്ഞു കിടക്കുക. മാവും നല്ല കായ്ച്ചു നിൽക്കുന്നുണ്ട്, തെങ്ങുകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പനയുണ്ട്. ഓക്കെ, അങ്ങനെ ഗ്രാമീണ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്നാലോ കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് പറ്റിയൊരു പ്രോപ്പർട്ടിയുമാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വെളിയിലുള്ള ഭാഗങ്ങൾ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ല, ഇതാ മാങ്ങയൊക്കെ നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ചിലർ പറയും എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുമെന്ന് പറയും. പക്ഷെ ചിലർ ചോദിക്കും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലോയിൽ എടുത്തു തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടുന്നവർ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് നോക്കാം. പക്ഷെ സ്ലോയിൽ ചെയ്യുന്നവർക്ക് നമ്മൾ സ്പീഡിൽ വിട്ടതെന്ന് വെച്ചാൽ അവർക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വളരെ അക്യുറേറ്റ് ആയിട്ട് എല്ലാ പോയിന്റും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി പതുക്കെ കാണാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ആക്കിയിട്ട് മൂവ് ചെയ്തിട്ട് കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് വലിച്ചു നീട്ടുന്നത്, അങ്ങനെ വലിച്ചു നീട്ടുക എന്ന് പറയാൻ പറ്റില്ല. നല്ല ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഭാഗത്തായിട്ട് കാണിച്ചു തന്നിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഈ ഒരു പോർഷനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് നമുക്ക് മതിലില്ലാത്തത്. പക്ഷേ ആ പ്രോപ്പർട്ടിയിൽ ഇവിടെ ജസ്റ്റ് അതിര് അടിച്ച് വെച്ചിരിക്കുക കേട്ടോ, കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് അതിര് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതവിടെ ഇരുമ്പാമ്പുള്ള മരമാണ് കേട്ടോ, ഫുള്ള് കായ്ച്ച് താഴെ മൊത്തം വീണ് കിടക്കുക കേട്ടോ. ആരും അധികം യൂസ് ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ ഇരുമ്പാമ്പുള്ളി നിറഞ്ഞ് കവിഞ്ഞ് കിടക്കണ ഒരു മരം. ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കുറ്റിയുണ്ട്. ഇതാണ് അതിൻ്റെ ബൗണ്ടറി. നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഒരു വി ഷേപ്പിലുള്ളത്. ഇവിടെ നിന്ന് അപ്പുറത്തേക്കാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഈ വഴിക്ക് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കൂടെ ചുറ്റി ഒന്ന് പോകാം. അവിടെയും കല്ല് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് കമ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ ഭാഗത്ത് വരിക കേട്ടോ. ഇവിടെ മതിലില്ല, ബൗണ്ടറി ഇല്ല. ബൗണ്ടറി ഇവിടെ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. ഈ ഭാഗത്ത് മാത്രം നമുക്ക് ബൗണ്ടറി കെട്ടേണ്ടി വരും. ഈ ഒരു കമ്പി എടുക്കണ്ട. ചിലപ്പോൾ തൊട്ടെടുക്കുന്ന പ്രോപ്പർട്ടിയും കൂടി ചിലപ്പോൾ ഒരു 15 സെൻറ്റ് സ്ഥലമാണ്. അതും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കൊടുക്കോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല. ചോദിച്ചാൽ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതും കണക്ട് ചെയ്യാൻ പറ്റും. ഇത് അതിലൊരു വീടുണ്ട് കേട്ടോ, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതാണല്ലേ, ഇവിടെ നല്ല നമുക്കൊരു കിണറുണ്ട്, അതുപോലെ ബോർവെല്ലും ഉണ്ട് കേട്ടോ. കിണറിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. കണ്ടല്ലേ, നല്ല ആഴത്തിലുള്ള ഒരു കിണറാണ്. ഇവിടെ പിന്നെ ചെറിയ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ്, കിച്ചൻ്റെ ബാക്ക് സൈഡ്. അതിനടുത്ത് തന്നെയാണ് കിണറും വരുന്നത്. ഇവിടെ നമുക്കൊരു നായ്ക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇവിടെ കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് നായ്ക്കൂട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഈ ബാക്ക് സൈഡിലായിട്ടാണ്, ഇവിടെയാണ് കുറച്ച് സ്ഥലം ടവറിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കോർണറിലായിട്ടാണ് ഈ കിടക്കുന്നതാണ് ടവറിന് കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ. ഇവിടെ ഏകദേശം എല്ലാ മരത്തിലും ഇതുണ്ട് കേട്ടോ, കുരുമുളകുണ്ട്, വാഴകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ ഉള്ള പേഴ്സൺ അതുപോലെ തന്നെ മീൻ വളർത്തൽ, അങ്ങനെയുള്ള ചെടികളിനോട് ഭയങ്കര ഹരമായിട്ടുള്ളൊരു സാർ കൂടിയാണ്. കണ്ടല്ലേ, ഇതാണ് ഇപ്പം നമ്മുടെ ടവർ. ഈ ഏരിയക്കാണ് അവർക്കൊരു 15,000 റുപ്യ വാടക കിട്ടുന്നത് കേട്ടോ മാസം. ഇതെങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ ആ ഒരു വാടക നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇതിപ്പോൾ ലാസ്റ്റ് കോർണറിലായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ശല്യമോ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ആൾക്കാർക്ക് വരാനായിട്ട് നമുക്കിപ്പോൾ ഈ പോർഷൻ നമ്മൾ വെളിയിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കണ്ടില്ലേ ഗേറ്റ്, അത് നമുക്കിവിടെ കാണാം. പക്ഷെ വീടുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗേറ്റിൻ്റെ ഈ സൈഡിൽ കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് അവർ വരുന്ന വഴി. അപ്പം നമ്മുടെ മെയിൻ ഗേറ്റുമായിട്ട് ഇവരുമായിട്ട് ഒരു ബന്ധമില്ല. ഹൈവേ ആണല്ലേ, നമ്മൾ അത്രയും ലെങ്ത്തിൽ നല്ല ഡിസ്റ്റൻസ് നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഹൈവേയുടെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഹൈവേയുടെ ഫ്രണ്ടേജ് മാത്രമല്ല, പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജും നമുക്ക് നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എടുത്ത് നിരത്തിക്ക് തന്നെ സൂപ്പറായിട്ട് നല്ലൊരു ബിൽഡിംഗ് കെട്ടാം. കാരണം ഇതിപ്പോൾ മുണ്ടൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ പറയാം. 1 കിലോമീറ്റർ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മുണ്ടൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന്. അതുപോലെ തന്നെ
നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. KSRTC ബസ് സ്റ്റാൻഡ് പാലക്കാടിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ കണ്ടില്ല ഈ AC ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു റൂം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് റൂം പോലെ ഉണ്ടോ, അത് നമുക്ക് കാണാനുള്ളൂ. പഴയ ബിൽഡിംഗ് തന്നെയാണ്, അതിന് ഒരു ഓഫീസ് റൂം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള മതിലുകളാണ് ചുറ്റുവട്ടത്തിലുള്ള കേട്ടോ. ആ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് മതിലില്ലാത്തുള്ളൂ. കുരുമുളക് കണ്ട നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്, കണ്ട പഴുത്തു, നല്ല കാഴ്ച നിൽക്കുന്ന എല്ലാത്തിലും കേട്ടോ, എല്ലാത്തിലും കുരുമുളകുണ്ട്. ഇവിടെ അവർ ഒരുപാട് മീനിൻ്റെയും കാര്യങ്ങളും പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ താമരക്കുളം പോലെ ചെറുതായിട്ട്, അതിനകത്തൊക്കെ മീനുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകൾ അവർ വളർത്തുന്നുണ്ട്. തെച്ചി അങ്ങനെ പലതരത്തിലുള്ള പൂവും കാര്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സൈഡാട്ടോ. ഇവിടെ ഇതിലൊക്കെ പൂവുണ്ട്, പലതരത്തിലുള്ള ചെമ്പരത്തിയും കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമാക്കിയിട്ട് ആ ഏരിയനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുരിങ്ങമരമുണ്ട് അവിടെ, ഫുള്ള് 10 മണിപ്പൂവ് അങ്ങനെ ഗ്രൗണ്ട് ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് മസ്ജിദ്, ചർച്ച്, ടെമ്പിള് എല്ലാം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടാവും. അതുപോലെ മണ്ണാർക്കാട് ജംഗ്ഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 26 കിലോമീറ്റർ ഉണ്ടാവും ഈ ഒരു പ്രോപ്പർട്ടിക്ക്. കണ്ട സൈഡിലൊക്കെ പൂക്കളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പറളി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ കാട്ടിക്കുള്ളൂ. തൊട്ടടുത്ത പ്രോപ്പർട്ടി പറഞ്ഞാൽ മുണ്ടൂർ IT ആണ് കേട്ടോ. ചെറുപ്പശ്ശേരിക്ക് ഏകദേശം 32 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ട് ഇവിടെയൊക്കെ അവർ മീൻ വളർത്തുന്നതിൻ്റെ കാര്യങ്ങൾ ഷെൽഫൊക്കെയാണ്. ഇതാണ് തേങ്ങകളൊക്കെ ഫുള്ള് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഓഫീസ് റൂം എന്ന് പറയുന്നത്, അല്ലേ. സീലിംഗ് ഒക്കെ ഉരുടീസൊക്കെ വെച്ചിട്ട് പഴയ ആ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ. കണ്ട ഉരുടീസൊക്കെ വെച്ചിട്ടുള്ള സീലിംഗ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ നിലനിർത്തിയാലും ഇനിയും കുറേ കാലം ഈ വീട് നിൽക്കും കേട്ടോ, വീടിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ചോദിച്ചു, പലരും നമ്മളോട് ചോദിക്കാറുള്ള ആ ഒരു ഹൈവേൻ്റെ അടുത്ത് തന്നെ നൊസ്റ്റാൾജിക് ഫീലിൽ ഒരു ഏരിയ, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊരു ഏരിയ കിട്ടണമെന്നുള്ളവർക്ക് എടുക്കാം, കൊമേഴ്ഷ്യൽ പ്ലോട്ട് എടുക്കുന്നവർക്കും എടുക്കാൻ പറ്റും, അല്ലേ. ഇവിടെ നിന്ന് കിട്ടിയ തേങ്ങകളാണ്, അത്യാവശ്യം നല്ല തേങ്ങയുണ്ട്. നമുക്ക് വീട്ടിലേക്കുള്ള തേങ്ങയായിട്ട് ഉപയോഗിക്കുക, എണ്ണയ്ക്കുള്ള എല്ലാത്തിനും ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്, ആദായമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണിപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി വീടിൻ്റെ ഉൾവശം കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ വണ്ടികൾ നിർത്താനുള്ള സ്പേസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. വീട് പഴയ തന്നെയാണ്, കുറച്ച് ടെറസും കുറച്ച് ഓടുമായിട്ടുള്ള വീട് തന്നെയാണ് കേട്ടോ. വീട് ഞാൻ ഒരു പ്രത്യേകിച്ച് വിലയൊന്നും പറഞ്ഞില്ല. പെർ സെൻറ്റിന് 8 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. കണ്ടില്ല ഇഷ്ടംപോലെ ഗാർഡനിങ് ഒക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലേസൊക്കെ ഇതാണ് കേട്ടോ, മാർബിൾ അല്ല, മൊസൈക്കാണ് തറയിട്ടിരിക്കുന്നത്. ഒരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് കയറുന്ന വഴിക്ക്. ഹൈവേ കണ്ടല്ലേ, അത്രയും അടുത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു റൂം ഡയറക്റ്റ് ആയിട്ട്, ഇപ്പം എല്ലാം പഴയ 10-10 റൂമുകളാണ്, ചെറിയ റൂമുകളാണ്. മേലേക്കൊരു സ്റ്റെയർ ഉണ്ട് കേട്ടോ. ഞാനത് അപ്പം ശ്രദ്ധിച്ചില്ല, കയറണമെന്ന് വിചാരിച്ചിട്ട് കയറില്ല, തട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. മേലെ ഓടാണ്, വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, അപ്പോൾ കയറി ക്ലീൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. ഇവിടെ ചെറിയൊരു ബെഡ്റൂം വേറെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ അവർ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാം തട്ടിട്ടുണ്ട്, ഈ റൂമിനകത്തും തട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓടാണ് മേലെ ഉണ്ടാകുക, ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറിയ ഈ ഒരു പോർഷൻ മൊത്തം ഓടാണ് കേട്ടോ. മേലെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. സ്ഥലമുണ്ട്, അത്യാവശ്യം 10-10 സൈസിനുള്ള റൂം തന്നെയാണ്. ഹൈറ്റ് വന്നിട്ട് തട്ടായതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു ഹൈറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. പഴയ തട്ടുവീടിൻ്റെ ചുമരൊക്കെ ആ വണ്ണത്തിലുള്ള ചുമരുകളായിരിക്കും. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ. പിന്നെ ഇവിടുന്ന് ഇതാണ്ടോ, ഇവിടെയൊക്കെ തട്ടാണ്. ഇവിടെ അവരൊരു പൂജാ റൂം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഷെൽഫിനെ അമ്പലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ ഏരിയ കൊടുത്തിട്ടുണ്ട്, അതും തട്ടിട്ട റൂം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ കണ്ടതിൽ നമുക്കൊരു വലിയ ബെഡ്റൂം ആ തട്ടിട്ട റൂം തന്നെയാണ്. ഇനി ഇവിടെ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ ഏരിയ കൊടുത്തിരിക്കുന്നത്, ഇതാണ് ഒരു ബെഡ്റൂം, കണ്ടില്ലേ. ഇവിടെ നമുക്ക് ഹാളിലേക്കുള്ള എൻട്രൻസ്, ഹാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ബെഡ്റൂമിലേക്കും വരാൻ പറ്റും. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിനകത്താണ് ടോയ്ലറ്റും കാര്യമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ആണ്.
പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഏരിയ. വീടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഇതുപോലൊരു സ്ഥലം ഹൈവേക്ക് അടുത്ത് വേണം എപ്പോഴെങ്കിലും താമസിക്കാൻ ഒരു വീട് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത്. മെയിനായിട്ട് ഇത് കൊമേഴ്ഷ്യൽ പ്ലോട്ടായിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും, കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് രണ്ട് സൈഡും റോഡ് ആക്സസ് ഉള്ളതുകൊണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടാക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അതുപോലുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ നമ്മൾ എടുത്തത്. ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ ടൈൽസ് ഒക്കെ ഇട്ടുള്ള ഒരു ബാത്റൂം. ഇവിടെ നമുക്ക് വിറകടുപ്പ് കാര്യങ്ങൾ ഈ ഭാഗത്തേക്കാണ്, ഈ ഒരു വരാന്തയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആലുവ അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പുക വരാത്തത് കണ്ടല്ലേ. അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് പെർ സെൻറ്റിന് 8 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നെഗോഷ്യബിളും ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ 35 സെൻറ്റ് സ്ഥലം, കുരുമുളക്, തെങ്ങ്, പ്ലാവ്, മാവ്, ഇരുമ്പാമ്പുളി, അങ്ങനെ എല്ലാ സാധനം കിട്ടുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് പറ്റിയൊരു ഏരിയ കൂടിയാണ്. ഒലോക്കോട് നിന്ന് 9 കിലോമീറ്റർ, KSRTC 14 കിലോമീറ്റർ, ചെർപ്പുളശ്ശേരിയിൽ നിന്ന് 32 കിലോമീറ്റർ, ITI തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ലുലു മാളിൽ നിന്ന് 19 കിലോമീറ്റർ, മണ്ണാർക്കാട് നോക്കുമ്പോൾ 26 കിലോമീറ്റർ, പറളി സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ടെറസ് ഏരിയ നോക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെയും ഈ മരങ്ങളുടെയും ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞത് ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പലരും ചോദിക്കാറുള്ള, എനിക്ക് ഇതുപോലത്തെ ഒരു ഹൈവേൻ്റെ അടുത്തായിട്ട് കിട്ടണം എന്ന് പറഞ്ഞ ആൾക്കാണ് ഇത്രയും ഡീറ്റെയിൽസ്. കൊമേഴ്ഷ്യൽ പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ 2 റോഡിൻ്റെ ഫേസും ഇതിൻ്റെ ഏരിയയും മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ 2 പേർക്കും വേണ്ടിയിട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയത്. എന്തായാലും താല്പര്യമുള്ളവർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓണറുമായിട്ട് ഡയറക്റ്റ് ചെയ്ത് നമുക്ക് ഡീൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.